കൂട്ടുകാരെ, അപ്പം നമ്മൾ ക്ലാസ് 10 കെമിസ്ട്രി ചാപ്റ്റർ 1 ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം 2 ഹോംവർക്ക് തന്നായിരുന്നു, 2 ടേബിൾ പൂർത്തീകരിക്കാൻ അല്ലേ. അപ്പം നമുക്ക് നോക്കിയാലോ. സംയുക്തവും IUPAC നാമവും എഴുതാനുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ്? CH3 സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. അപ്പോൾ ഇതിൻ്റെ IUPAC നാമം എഴുതാനാണ്. അപ്പോൾ എഴുതാമല്ലോ. ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താണ്? നമ്മുടെ പ്രധാന മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം വരുന്നുണ്ട്, നമ്മുടെ നീളം കൂടിയ ചെയിനിൽ എത്ര കാർബൺ ആറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ പ്രധാന ചെയിൻ എന്ന് പറയുന്നത് ഇതിലേതാണ്? 1 2 3 4 5 6. ഇതാണ് നമ്മുടെ പ്രധാന ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് എണ്ണിയാലും അതെന്താണ്? 1 2 3 4 5 6 6 കാർബൺ ആറ്റങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രധാന ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം ഉണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ശാഖകളാണ്. ഈ പ്രധാന ചെയിനിൽ പെടാത്തവരെയാണ് നമ്മൾ ശാഖകളെന്ന് വിളിക്കുന്നത്. അവരുടെ സ്ഥാനം, ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വേണം, ലോവസ്റ്റ് പൊസിഷൻ നമ്പർ വേണം അവർക്ക് കൊടുക്കാൻ. അപ്പം നമ്മൾ ഇടത്ത് നിന്ന് എണ്ണി തുടങ്ങുമ്പോൾ 1 2 3 4 5 6. ഇപ്പോൾ വലത്ത് നിന്ന് എണ്ണി തുടങ്ങിയാൽ 1 2 3 നമ്മുടെ ആദ്യത്തെ CH3ക്ക് മൂന്നാമത്തെ സ്ഥാനമാണ് കിട്ടുന്നത്. അപ്പോൾ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? ലെഫ്റ്റിൽ നിന്ന് എണ്ണുന്നത് അല്ലെങ്കിൽ ഇടത്തു നിന്ന് വലത്തോട്ട് എണ്ണുന്നതാണ് തിരഞ്ഞെടുക്കുക. കാരണം ആദ്യത്തെ CH3ക്ക് അവിടെ പൊസിഷൻ എത്ര? രണ്ടാമത്തെ പൊസിഷൻ. അപ്പോൾ എപ്പോഴും എന്താണ്? നമ്മുടെ കുറഞ്ഞ സ്ഥാനസംഖ്യ വരാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ 2ലും 4ലുമാണ് നമ്മുടെ ശാഖകൾ, ബ്രാഞ്ചസ് ഇരിക്കുന്നത്. എന്താണ് ശാഖയുടെ പേര്? മീഥൈൽ എന്നാണ്. ഇവിടെ ഒരുപോലത്തെ 2 ശാഖ ഉണ്ടായിരുന്നു, നമ്മൾ എന്ത് ചേർക്കണം? ഡൈ ചേർക്കണം. അപ്പം നമുക്ക് എഴുതാമല്ലോ. 2, 4 ഹൈഫൻ ഡൈ മീഥൈൽ CH3 ഗ്രൂപ്പാണ് വരുന്നെങ്കിൽ മീഥൈൽ ഹെക്സെയിൻ. ഇവിടെ എന്താണ്? കാർബൺ ആറ്റങ്ങൾ തമ്മിൽ സിംഗിൾ ബോണ്ട്, ഏകബന്ധനമായത് ഹെക്സെയിൻ എന്നാണ് വരുന്നത്. ഹെക്സെയിൻ. അപ്പോൾ 2,4 ഡൈമീഥൈൽ ഹെക്സെയിൻ എന്നാണ് ആദ്യത്തെ സംയുക്തത്തിൻ്റെ IUPAC നെയിം. സംയുക്തം എഴുതാനാണ്, കോമ്പൗണ്ട് എഴുതാനാണ് IUPAC നെയിം തന്നിട്ടുണ്ട്. 2,2,3 ട്രൈമീഥൈൽ പെൻറ്റേൻ എന്നാണ്. അപ്പോൾ അത് നമുക്ക് വരയ്ക്കാം. അതിൽ മെയിൻ ചെയിൽ, പ്രധാന ചെയിൽ എത്ര കാർബൺ ആറ്റമാണ്? പെൻറ്റ് ആണെങ്കിൽ 5 കാർബൺ ആറ്റമാണ് അല്ലേ. അപ്പോൾ 1 സിംഗിൾ ബോണ്ട് പെൻറ്റെയിനാണ്. അപ്പോൾ കാർബൺ ആറ്റം തമ്മിൽ സിംഗിൾ ബോണ്ടാണ്. 2 3 4 5. ഇനി നമ്മുടെ ശാഖകൾ, ബ്രാഞ്ചസ് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കണം. ശാഖ ഏതാണ്? മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ എന്താ? CH3 ആണ് വരുന്നത് ശാഖയായിട്ട്. എത്രാമത്തെയൊക്കെ പൊസിഷനിലാണ്? 2ൽ 2 ഉണ്ട്, അതുപോലെ തന്നെ 3ൽ 1 ഉണ്ട്. 2ൽ 2 CH3യും 3ൽ 1 CH3യും മീഥൈൽ ഗ്രൂപ്പുമാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എണ്ണുവാണെങ്കിൽ ഇത് 1 2, രണ്ടാമത്തെ പൊസിഷനിൽ 1 CH3, ഇവിടെ 1 CH3, ഇവിടെ 2 CH3 ആയല്ലോ. 2 CH3 ആയി. ഇനി മൂന്നാമത്തെ പൊസിഷനിലുണ്ട്, അപ്പോൾ 1 CH3യും കൂടെ. ഇനി ബാക്കി വാലൻസി സംയോജ ഹൈഡ്രജനെ വെച്ച് ഫില്ല് ചെയ്യുന്നു നമ്മൾ. കാർബണിന് 4 വാലൻസിയാണുള്ളത്, സംയോജകത 4 ഉള്ളത്. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട്. ഇവിടെ കാർബണ് 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ്റെ ആവശ്യമില്ല. ഇവിടെ 3 സാറ്റിസ്ഫൈ ആയിരിക്കുകയാണ്. പിന്നെ 1 കൂടെ, 1 ഹൈഡ്രജനും കൂടെ വരും. ഇതിൽ 2 സാറ്റിസ്ഫൈ ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി 2 കൂടെ വരും. അവസാനത്തേൽ 1 സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 ഹൈഡ്രജനും കൂടെ വരും.
ഇതാണ് നമ്മുടെ 2,2 3 ട്രൈമീഥൈൽ 3 ഉണ്ടായത് ട്രൈമീഥൈൽ പെൻറ്റേൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നോക്കാം. അടുത്ത എന്താണ്? 3,3 ഡൈ ഈഥൈൽ ഹെക്സൈൻ ആണ്. അപ്പോൾ നമ്മുടെ മെയിൻ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6 എണ്ണമാണ്. ഹെക്സൈൻ അല്ലേ, ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ 6 എണ്ണമാണ്. അപ്പോൾ 6 എണ്ണം വരയ്ക്കാം നമുക്ക്. 1 2 3 4 5 6. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ശാഖയുടെ പേരെന്താണ്? ഈഥൈൽ എന്നാണ്. എന്താണ്? ഈഥൈൽ എന്ന് പറഞ്ഞാൽ CH2CH3 ആണ് എന്തെന്ന് പറയുന്നത്? ശാഖ. ബ്രാഞ്ച് എന്ന് പറയുന്നത് എന്താ? CH2CH3 ആണ് നമ്മുടെ ശാഖ. ബ്രാഞ്ച് എന്ന് പറയുന്നത് CH2CH3 ആണ്. അത് എത്രാമത്തെ പൊസിഷനിലാണ്? 2 എണ്ണവും 3-ാമത്തെ പൊസിഷനിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എണ്ണി തുടങ്ങുകയാണെങ്കിൽ 1 2 3 ഇവിടെ തന്നെയാണ് നമ്മുടെ CH2CH3 വരുന്നത്. CH2CH3 തന്നെ CH2CH3. അപ്പോൾ നമ്മുടെ ശാഖ എഴുതി. ഇനി നമ്മൾ ബാക്കി സംയോജിത വാലൻസി ഹൈഡ്രജനെ വെച്ച് ഫില്ല് ചെയ്ത് നിറച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് വേഡ് റൂട്ട് പദമൂലം ഏതാണെന്ന് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള കാർബണിൻ്റെ ആ ചെയിൻ മാത്രം വരച്ചിരിക്കുക. കാർബൺ ആറ്റങ്ങൾ തമ്മിൽ സിംഗിൾ ബോണ്ടുമാണ്. ഇനി നോക്കുക നമ്മളുടെ ബ്രാഞ്ച് ശാഖയുടെ പേര് എന്താണെന്ന് നോക്കുക. ശാഖയുടെ പേര് ഇവിടെ ഈഥൈലായിരുന്നു. അപ്പോൾ CH2CH3 ആണ് ശാഖയായിട്ട് വരുന്നത്. ഇനി നോക്കേണ്ട അതിൻ്റെ സ്ഥാനം എവിടെയാണ്? 3-ാമത്തെ പൊസിഷനിൽ തന്നെയാണ് 2 ഈഥൈൽ ഗ്രൂപ്പും വരുന്നത്. അത് ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കി ഹൈഡ്രജനെ കൊണ്ട് വാലൻസി ഫില്ല് ചെയ്യുക. അപ്പോൾ ഇവിടെ CH3, ഇവിടെ CH2, ഇവിടെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇനിയൊന്നും വേണ്ട. ഇവിടെ CH2, ഇവിടെയും CH2, ഇവിടെ CH3. അപ്പോൾ 3,3 ഡൈ ഈഥൈൽ ഹെക്സൈൻ എന്ന് പറയുന്നത് CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH2CH3, CH2CH3, CH2CH3 ആണ് നമ്മുടെ ഡൈ ഈഥൈൽ ഹെക്സൈൻ. 3,3 ഡൈ ഈഥൈൽ ഹെക്സൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. അപ്പോൾ അടുത്തതിൽ നമുക്ക് ഇവിടുന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3 4 4 കാർബണാറ്റം വരുന്ന ഒരു ചെയിനും കിട്ടും. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു CH3 തുടങ്ങി അടുത്ത CH3 വരെയാണ് നമ്മുടെ മെയിൻ ചെയിൻ, പ്രധാന ചെയിന്. എപ്പോഴും നീളം കൂടിയ ചെയിനിൽ കൂടുതൽ കാർബണാറ്റം വരുന്നതിനെയാണ് നമ്മൾ പ്രധാന ചെയിൻ അല്ലെങ്കിൽ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് എണ്ണുവാണെങ്കിൽ ഈ CH3 എണ്ണുവാണെങ്കിൽ 1 2 3 4 5. അപ്പോൾ ഈ CH3 തുടങ്ങി ഈ CH3 വരെ എണ്ണുവാണെങ്കിൽ 5 കാർബണാറ്റം വരും. അപ്പോൾ ഏതാണ് നമ്മൾ മെയിൻ ചെയിൻ, പ്രധാന ചെയിനായിട്ട് എടുക്കുന്നത്? ഈ CH3 തുടങ്ങി ഈ CH3 വരെ ഉള്ളതിനെയാണ് നമ്മളിവിടെ മെയിൻ ചെയിനായിട്ട്, പ്രധാന ചെയിനായിട്ട് തുടങ്ങുന്നത്. ഇത് 1 2 3 4 5. ഇതിൽ ഉൾപ്പെടാത്ത ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ബ്രാഞ്ചസ്, ശാഖകളെന്ന് പറയുന്നത്. ഇപ്പം 5 കാർബണാറ്റം ആണെങ്കിൽ പെൻ്റാണ് വരുന്നത്. ഇവിടെ കാർബണാറ്റങ്ങൾ തമ്മിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ പെൻറ്റെയിൻ എന്നാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ശാഖ, ബ്രാഞ്ചസ് ഇരിക്കുന്ന പൊസിഷൻ നമ്പറാണ്. ബ്രാഞ്ചസ് ഇരിക്കുന്നത് 3rd പൊസിഷൻ നമ്പറിലാണ്. നമ്മൾ ഇവിടെ നിന്ന് എണ്ണിയാലും 1 2 3 തന്നെയാണ്. 3-ാമത്തെ പൊസിഷനിലാണ്, 3-ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ 2 ബ്രാഞ്ചസും, ഈ CH3 2 ബ്രാഞ്ചസും 3-ാമത്തെ പൊസിഷനിലായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരേ പോലത്തെ ഗ്രൂപ്പുകൾ ഒരേ പൊസിഷനിൽ തന്നെ വരുവാണെങ്കിൽ, ഒരേ ഇന ശാഖകൾ ഒരേ സ്ഥാനത്ത് വരുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ സ്ഥാനം റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് എഴുതണമെന്ന്. സെയിം ഈ കേസ് പോലെ തന്നെ, മുകളിൽ നമ്മൾ ചെയ്തത് ഇതിൻ്റെ കേസ് പോലെ തന്നെ. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 3,3
ഡൈമീഥൈൽ, രണ്ടെണ്ണം ആയതുകൊണ്ട് ഡൈ ചേർക്കണം. ഡൈമീഥൈൽ പെൻറ്റെയ്ൻ എന്ന് വരും. പെൻറ്റെയ്ൻ 3,3 ഡൈമീഥൈൽ പെൻറ്റെയ്ൻ എന്നായിരിക്കും നമ്മുടെ ഈ സംയുക്തത്തിൻ്റെ നെയിം വരുന്നത്. പെൻറ്റെയ്ൻ. അപ്പം നമുക്കിങ്ങനെ സംയുക്തം തന്ന IUPAC നാമം എഴുതാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ കാർബൺ ആറ്റം വരുന്ന അല്ലെങ്കിൽ നീളം കൂടിയ കാർബൺ ചെയിൻ കണ്ടെത്തുക എന്നാണ്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ വരായിരുന്നു അല്ലേ. ഇവിടെ ഈ ഒരു CH3 നിന്ന് ഈ ഒരു CH3 കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ ഉത്തരം തെറ്റിയേനെ. ഇപ്പോൾ അവിടെ അതിലും കൂടുതൽ നമ്പർ കാർബൺ ആറ്റം വരുന്ന ചെയിൻ ഉണ്ടായിരുന്നു, പ്രധാന ചെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നു. അവയെ ഉൾപ്പെടാത്തവരെ നമ്മൾ ശാഖകൾ എന്ന് വിളിക്കുന്നു. ഒരേ പൊസിഷനിൽ തന്നെ രണ്ടാൾക്കാർ വരുവാണെങ്കിൽ ആ പൊസിഷൻ ആവർത്തിച്ച് എഴുതണം. അതുപോലെ തന്നെ ഒരേപോലത്തെ ആൾക്കാരാണെങ്കിൽ നമ്മൾ ഡൈയ്, ഒരേപോലത്തെ ആൾക്കാർ 3 പേരുണ്ടെങ്കിൽ ട്രൈയ്, 4 പേരാണെങ്കിൽ ടെട്ര എന്ന് എഴുതാൻ മറന്നു പോകരുത്. ഇനി CH3 ഗ്രൂപ്പ് ആണെങ്കിൽ അത് മീഥൈലായിരിക്കും ആ ബ്രാഞ്ച് ശാഖയുടെ പേര്. ഇനി CH2 CH3 ആണെങ്കിൽ ആ ശാഖയുടെ പേര് ഈഥൈൽ എന്നായിരിക്കും. ഇനി ഓർക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും കുറഞ്ഞ സ്ഥാനസംഖ്യ, ലോവസ്റ്റ് പൊസിഷൻ നമ്പർ ആയിരിക്കണം നമ്മുടെ ശാഖകളുടെ സ്ഥാനം കൊടുക്കുവാൻ. ഇനി സംയുക്തം തന്നിട്ട് IUPAC നെയിം എഴുതുന്നത് കാര്യത്തിൽ ഇത്രയുമാണ് ശ്രദ്ധിക്കേണ്ടത്. IUPAC നെയിം തന്നിട്ട് നമ്മളോട് സംയുക്തം കോമ്പൗണ്ട് എഴുതാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ അതിലെ വേർഡ് റൂട്ട് പദമൂലം കണ്ടുപിടിക്കുക, എന്നിട്ട് കാർബൺ ആറ്റങ്ങൾ എഴുതുക. ഇനി നമ്മുടെ ശാഖയുടെ പേര്, ബ്രാഞ്ചിൻ്റെ പേര് നോക്കുക. മീഥൈലാണെങ്കിൽ മീഥൈൽ, ഈഥൈലാണെങ്കിൽ ഈഥൈൽ. ഇനി അത് എത്രാമത്തെ പൊസിഷനിലാണ് വരുന്നതെന്ന് നോക്കുക. എത്രാമത്തെ പൊസിഷനിലാണ്? ഇവിടെ എന്തായിരുന്നു? രണ്ടാമത്തെ പൊസിഷനിൽ 2 എണ്ണം ഉണ്ട്, 2,2. രണ്ടാമത്തെ പൊസിഷനിൽ 2 CH3 വരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ മൂന്നാമത്തെ പൊസിഷനിലും CH3 വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ആ ശാഖകൾ ബ്രാഞ്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളുടെ ബാക്കി കാർബണിൻ്റെ വാലൻസി സിംഗിൾ ബോണ്ട് ഏകബന്ധനം ഒഴിച്ച് ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് ആ ഒരു കോമ്പൗണ്ട് പൂർത്തീകരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. ഉത്തരം കിട്ടിയത് ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത നമ്മുടെ ആൽക്കീൻ്റെയും ആൽക്കൈൻ്റെയും കേസിലുള്ള ഈ ഒരു ടേബിൾ പൂർത്തീകരിക്കാനായിരുന്നു. ഇത് നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. അപ്പോൾ ആദ്യത്തെ CH3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH2. ഇവിടെ 3 കാർബണാറ്റാണ് വരുന്നത്. ഇനി നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും എണ്ണ, അതുപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും, വലത്ത് നിന്ന് ഇടത്തോട്ടും എണ്ണ, അതുപോലെ തന്നെ ഇടത്ത് നിന്ന് വലത്തോട്ടും എണ്ണ. എപ്പോഴും നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ദ്വയബന്ധനത്തിനോ ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനത്തിനോ കുറഞ്ഞ സ്ഥാനസംഖ്യ വരുന്നത് വേണം നമ്മൾ നമ്പർ ചെയ്ത്, ആ സൈഡിൽ നിന്ന് വേണം നമ്പർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എണ്ണുമ്പോൾ രണ്ടാമത്തെ കാർബണാറ്റം കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട്. അപ്പോൾ നമ്മൾ വലത്തുനിന്ന് എണ്ണുന്നു, 1 2 3. അപ്പോൾ എവിടെയാണ്? ഒന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട്. അപ്പോൾ നമ്മുടെ ഡബിൾ ബോണ്ടിൻ്റെ ദ്വയബന്ധനത്തിൻ്റെ പൊസിഷൻ എന്താണ്? ഒന്നാമത്തെ പൊസിഷനാണ്. അപ്പോൾ എഴുതാലോ. ആദ്യം പദമൂലം, വേർഡ് റൂട്ടാണ് ആദ്യം എഴുതുന്നത്. പ്രൊപ്പ് 3 കാർബണാറ്റം ആണെങ്കിൽ വേർഡ് റൂട്ട് പദമൂലം പ്രൊപ്പെന്നാണ്. ഇനി ഹൈഫൺ ഇടുക. നമ്മുടെ ഡബിൾ ബോണ്ട് ദ്വയബന്ധനത്തിൻ്റെ പൊസിഷൻ സ്ഥാനം എന്താണ്? ഒന്നാമത്തെ പൊസിഷൻ 1 ഹൈഫൺ ഇടുക. ഇനി ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് എഴുതണം? എന്നും കൂടെ ചേർക്കണം അവസാനം. ഈ പ്രൊപ്പ് 1E എന്നാണ് വരുന്നത്. IUPAC നെയിം പ്രൊപ്പ് 1E. പ്രൊപ്പ് ഹൈഫൺ 1 ഹൈഫൺ ENE. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ IUPAC നെയിമാണ് തന്നിരിക്കുന്നത്. നമുക്കതിൻ്റെ കോമ്പൗണ്ട് എഴുതി നോക്കാം. 6 കാർബണാറ്റം വരും. 6 കാർബണാറ്റം വരയ്ക്കുക. 1 2 3 4 5 6. ഇവിടെ ഡബിൾ ബോണ്ട് എത്രാമത്തെ പൊസിഷനിലാണ് വരുന്നത്? രണ്ടാമത്തെ പൊസിഷനിലാണ് വരുന്നത് അല്ലേ. രണ്ടാമത്തെ പൊസിഷൻ. അപ്പോൾ രണ്ടാമത്തെ കാർബൺ കഴിഞ്ഞ് ഇവിടാണ് ഡബിൾ ബോണ്ട് ദ്വയബന്ധനം വരുന്നത്. ഇനി ബാക്കി ഹൈഡ്രജൻ ഇട്ട് ഫില്ല് ചെയ്യാമല്ലോ.
ഇവിടെ സിംഗിൾ ബോണ്ടാണ്, CH3 സിംഗിൾ ബോണ്ട്. ബാക്കി എല്ലായിടത്തും സിംഗിൾ ബോണ്ടാണ്, ഏകബന്ധനമാണ്. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട്, CH. ഇവിടുത്തെ ഹൈഡ്രജൻ എന്തുണ്ട്, ഒരു എച്ചും കൂടെ വരും, H. ഡബിൾ ബോണ്ട് C. ഇവിടുത്തെ ഹൈഡ്രജൻ എന്ത് വരും, 3 വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ ഒരു എച്ചും കൂടെ വരും. ഇവിടെ H2 CH2 എന്ന് വരും, സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇവിടെ നമ്മുടെ ഈ സെക്കൻഡ് പൊസിഷനിൽ മാത്രമേ ഉള്ളൂ ഡബിൾ ബോണ്ട്. ബാക്കി എല്ലായിടത്തും കാർബൺ ആറ്റങ്ങൾ തമ്മിൽ സിംഗിൾ ബോണ്ട് വെച്ചാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്, അത് ഓർത്തോണം. അപ്പോൾ ഇതാണ് നമ്മൾ ഹെക്സ് 2ene എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഒന്ന് വരച്ച് നോക്കാം. CH3 സിംഗിൾ ബോണ്ട് C, ട്രിപ്പിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. അപ്പോൾ ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്, 1 2 3 4 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ പെൻഡാണ് നമ്മുടെ വേർഡ് റൂട്ട്. പദമൂലം എന്ന് പറയുന്നത് പെൻഡാണ്. പെൻഡ്. ഹൈഫൻ. ഇനി നമ്മുടെ ട്രിപ്പിൾ ബോണ്ടാണ് ഇവിടെ അല്ലേ. ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനമായതുകൊണ്ട് ഇവിടെ എത്രാമത്തെ പൊസിഷനിലാണ്, 1 2 രണ്ടാമത്തെ കാർബൺ കൈനാണ് വരുന്നത്. അപ്പോൾ 2 ഹൈഫൻ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ I എന്നാണ് വരുന്നത്, I. അപ്പോൾ പെൻഡ് 2 I എന്നാണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ നെയിം എന്ന് പറയുന്നത്. അവസാനത്തെ ഹെപ്റ്റ് 3 ഐൻ എങ്ങനെ വരുമെന്ന് നോക്കാം. ഹെപ്റ്റ് എന്ന് പറയുമ്പോൾ 7 കാർബൺ ആറ്റമാണ് അല്ലേ. ഹെപ്റ്റ് 3 ഐന് അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനമാണ് വരുന്നത്. 7 കാർബൺ ആറ്റം വരയ്ക്കാം. 1 2 3 4 5 6 7. ഇനി നമ്മുടെ ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം എത്രാമത്തെ സ്ഥാനത്താണ്, 3ാമത്തെ കാർബണിൻ്റെ ഇവിടെയാണ്. അവിടെ 3 ബോണ്ട് ഇട്ട് കൊടുക്കുക, ത്രിബന്ധനം അല്ലേ. ഇനി ബാക്കി കാർബൺ ആറ്റങ്ങൾ തമ്മിൽ എന്താണ്, സിംഗിൾ ബോണ്ടാണ്. അത് ശ്രദ്ധിച്ചോണം. ബാക്കി കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഏകബന്ധനത്തിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഹൈഡ്രജനെ ഇട്ട് ഫില്ല് ചെയ്യാമല്ലോ. ഇവിടെ 3 ഹൈഡ്രജൻ വരും, CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്. ഇവിടെ ഈ 2 കാർബണും 4 വാലൻസി വെച്ച് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തതിലേക്ക് പോവാം. ഇവിടെ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ CH2, ഇവിടെയും CH2 സിംഗിൾ ബോണ്ട് CH3 എന്ന് വരും. ഇതാണ് ഹെപ്റ്റ് 3 ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹെക്സ് 2ലും ഹെപ്റ്റ് 3 ഐയിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ കാർബൺ ആറ്റം എത്ര എണ്ണം എന്ന് വെച്ചാൽ അത് എഴുതുക. അതിന് ശേഷം നമ്മുടെ ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് എത്രാമത്തെ പൊസിഷനിലാണ്, സ്ഥാനത്താണ് വരുന്നതെന്ന് വെച്ചാൽ ആ കാർബൺ കഴിഞ്ഞ് ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ദ്വയബന്ധനം അല്ലെങ്കിൽ ത്രിബന്ധനം കാണിക്കുക. ബാക്കി എല്ലാ കാർബൺ ആറ്റവും ഏകബന്ധനത്തിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോണം. ബാക്കി എല്ലാ കാർബൺ ആറ്റം ആ ഒരു കാർബൺ ആറ്റത്തിൻ്റെ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ദ്വയബന്ധനം വരുന്നതോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ അല്ലെങ്കിൽ ത്രിബന്ധനം വരുന്നതോ. ബാക്കി എല്ലാ കാർബൺ ആറ്റങ്ങളും തമ്മിൽ സിംഗിൾ ബോണ്ട് ഏകബന്ധനത്തിലാണ് അവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം ഹൈഡ്രജൻ ഇട്ട് ഇതുപോലെ ഫില്ല് ചെയ്യുക. ഇപ്പോൾ തെറ്റിപ്പോകരുത്. ബാക്കി എല്ലാ കാർബണും നമ്മുടെ ആ ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ദ്വയബന്ധനം അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഇരിക്കുന്ന പൊസിഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ട്രിപ്പിൾ ബോണ്ടോ അല്ലെങ്കിൽ ഡബിൾ ബോണ്ടോ കാണാൻ സാധിക്കുന്നത്. ബാക്കി എല്ലാ കാർബൺ ആറ്റങ്ങളും തമ്മിൽ സിംഗിൾ ബോണ്ട് ഏകബന്ധനത്തിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബാക്കി ഹൈഡ്രജനും കൂടെ ഇട്ട് ഫില്ല് ചെയ്ത് ആ സംയുക്തം പൂർത്തീകരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ആൽക്കീൻ്റെ കേസിലും ആൽക്കൈൻ്റെ കേസിലുള്ള നെയിമിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടിയാലോ ഉത്തരം എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായാലോ. അപ്പോൾ എങ്ങനെ വന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് വേണം നെയിം ചെയ്യുവാൻ. അപ്പോൾ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് അടുത്ത ക്ലാസ്സിൽ കണ്ടാലോ. അപ്പോൾ താങ്ക് യു.